ഇത്താ പിന്നെ ഇനി ഇച്ചിരി അരി കൂടുതലിട്ടോണം കേട്ടോ. എന്താ വിരുന്നുകാരെങ്കിലും വരുന്നുണ്ടോ? വിരുന്നുകാരൊന്നുമില്ല. ഇത് കുറച്ച് ദിവസം കൊണ്ടേ ഇവിടെ ചോറ് ഇച്ചിരി കുറവാണ്. രാത്രി ആകുമ്പോഴത്തേക്ക് ചോറ് കാണത്തില്ല. ഒരു ഇച്ചിരി ചോറ് കഴിച്ചോണ്ടാണ് പോയി കിടക്കുന്നത്. രാത്രി ആകുമ്പോഴത്തേക്ക് അങ്ങ് വിശപ്പ് തുടങ്ങും. അതുകൊണ്ട് പറഞ്ഞതാ, അരി ഇടുന്നത് കുറവാണോ അതോ എൻ്റെ വിശപ്പ് കൂടിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അടുക്കള പറഞ്ഞൊക്കെ ഇത്താടെ കയ്യിലാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ അരി ഇച്ചിരി കൂടുതലിട്ടോന്ന്. നല്ല വിശപ്പ് ഈയിടെ ഇട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഇനി മുതൽ ചിലവൊക്കെ ചുരുക്കാന്ന് കരുതിയിരിക്കുക. ആരെയും പട്ടിണിക്കൊന്നും ഇടുന്നൊന്നുമില്ലല്ലോ. കറക്റ്റിനുള്ള ചോറും ഒക്കെ കിട്ടുന്നുണ്ട്, എല്ലാ കറക്റ്റിനും ഉണ്ട്. അങ്ങനെ ലാവിഷായിട്ട് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോഴും ചോറ് വെച്ച് വന്നു കഴിഞ്ഞാൽ ബാക്കി ഫ്രിഡ്ജിനകത്തേക്ക് ഇരിക്കുക, പിന്നെ അത് തിളപ്പിച്ച് ഊറ്റുക. എന്തിനാ അതിനൊക്കെ പോകുന്നത്? ഇതാകുമ്പോൾ കറക്റ്റിനുള്ള അരിയാണ് ഇപ്പോൾ ഉള്ളത്. രാത്രി ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ചോറും തികയും ചെയ്യും. ആ പാത്രം കഴുകി വയ്ക്കുക. പിന്നെ ചിലവൊക്കെ ഒന്ന് ചുരുക്കാമെന്ന് കരുതി. കാരണം ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണേ, അവരെയൊക്കെ വളർത്തിക്കൊണ്ട് വരണ്ടേ. അതുകൊണ്ട് ചിലവൊക്കെ ചുരുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുമല്ല, സാധനത്തിനൊക്കെ തീ പിടിച്ച വിലയാണ്. കിട്ടുന്ന കാശ് മുഴുവനും എല്ലാം കൂടെ ഈ അടുപ്പിക്കൊണ്ട് ഇട്ടാൽ പിന്നെ ഞങ്ങൾ എന്തോ മിച്ചം പിടിക്കാനാ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പറച്ചിൽ കേട്ടാൽ തോന്നും നിങ്ങളാണ് ഈ വീട്ടിലെ ചിലവ് മൊത്തം നോക്കുന്നത്. അല്ലല്ലോ, നിങ്ങൾ ഈ അടുക്കളയിലെ കാര്യങ്ങൾ മാത്രമല്ലേ നോക്കുന്നത്, അവിടുത്തെ സാധനത്തിൻ്റെയും എന്തുവാണെങ്കിലും ഒക്കെ. ഞങ്ങൾ കറണ്ട് ബില്ലിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, വൈഫൈയുടെ ബില്ലടയ്ക്കുന്നതൊക്കെ ഞങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിനകത്ത് എന്ത് ചിലവ് ചുരുക്കാനാണ്? മൊത്തത്തിൽ ചെയ്യുവാണെങ്കിൽ മാത്രമല്ലേ ചിലവ് ചുരുക്കുക എന്ന് പറയുന്നത്. ഇതിപ്പോൾ എന്താ പറയുക, നിങ്ങളിപ്പോൾ എന്തായി കാണിക്കുന്നത്? മനുഷ്യന് പട്ടിണി ഇട്ടിട്ടാണ് ഞങ്ങൾ ചിലവ് ചുരുക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലൊന്നും പട്ടിണി കിടന്നൊന്നുമല്ല വളർന്നത്. വയറ് നിറച്ച് നല്ല ആഹാരമൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് വന്നത്. കുറച്ച് ദിവസമായി നിങ്ങളിത് കാണിക്കാൻ തുടങ്ങുന്നത്. ഞാൻ വിചാരിച്ച് ഇനി ചോറ് തികയത്തായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണല്ലേ. നിങ്ങളുടെ മക്കളെ വളർത്തണമെങ്കിൽ, നിങ്ങൾക്ക് 2 പെൺകുട്ടികളാണെങ്കിൽ മക്കളെ വളർത്തണമെങ്കിൽ ഞങ്ങളെ പട്ടിണിക്കിട്ടാണോ നിങ്ങളുടെ മക്കളെ വളർത്തുന്നത്? നല്ല പാട് തന്നെ. കുറേ ദിവസമായി നിങ്ങളിത് തുടങ്ങിയിട്ട്. നിങ്ങൾ ഓരോന്നും പറയാൻ തുടങ്ങിയിട്ട്, മീനിൻ്റെ കാര്യം പറയാൻ തുടങ്ങി. മീനിൻ്റെ വില, എല്ലാത്തിനും വില കൂടുതലാണ്. അല്ലെന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. എന്തുവാരാണോ കൂടെ ഇവിടെ? നിങ്ങളുടെ കെട്ടിയന്മാരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ വീണ്ടും തുടങ്ങിയോ പ്രശ്നങ്ങൾ? നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വഴക്കാണല്ലോ. ഒരു സമാധാനം എനിക്ക് തരരുത്. അവന്മാർക്കും തന്നെ സഖിയായിട്ടാണ് അവന്മാർ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. കഷ്ടം തന്നെ. ഇവിടെ മാത്രമേ ഉള്ളൂ മരുമക്കൾ. കേമൻ തന്നെ. എന്തിൻ്റെ വഴക്കാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് പിന്നെ നിസ്സാരപ്പെട്ട കാര്യം മതി നിങ്ങൾക്ക് വഴക്കടിക്കാൻ. തമ്മിൽ സ്നേഹിച്ച് കഴിയേണ്ട ആൾക്കാരാ. വലിയ കഷ്ടം തന്നെ ഇതൊക്കെ. ഇതിനൊരു കുറവില്ല. ഇപ്പൊ കാണിച്ചിട്ടുണ്ട്. അല്ല, നീ എന്തിനാണ് ഇപ്പോൾ വന്ന് ലൈറ്റും ഫാനൊക്കെ നീ ഓഫ് ചെയ്തത്? അതും ഞങ്ങളുടെ ഈ റൂമിൽ വന്ന് കയറിയിട്ട്. അതെ, ഈ മാസത്തെ കറണ്ട് ബില്ല് ഒരു ഇച്ചിരി കൂടുതലാണ്. ഇപ്പം ഞങ്ങളും വിചാരിച്ചു കറണ്ട് ബില്ലൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന്. അതിന് നിങ്ങൾ ഈ പട്ടാപ്പകലൊക്കെ ലൈറ്റും ഫാനും ഒന്നും ആവശ്യമൊന്നുമില്ല. ഈ ജനലിലൊക്കെ നിങ്ങൾ എന്തിനാ ഈ അടച്ചു പൂട്ടി വെച്ചിരിക്കുന്നത്? അതൊക്കെ തുറന്ന് നീട്ടാൻ നല്ല കാറ്റും കിട്ടും, വെളിച്ചവും കിട്ടും. പകൽ സമയത്ത് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് മാത്രം അങ്ങോട്ട് ചിലവ് ചുരുക്കിയാൽ പോരല്ലോ, ഞങ്ങൾക്കും ചുരുക്കാമല്ലോ. നിങ്ങൾ അടുക്കളയിലല്ലൊക്കെ ചിലവെല്ലാം ചുരുക്കി വെച്ചിരിക്കുന്നു. ഇപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കണ്ടേ? ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലല്ലേ. അതുകൊണ്ട് ആവശ്യത്തിന് ലൈറ്റും ഫാനൊക്കെ ഇട്ടാൽ മതി. പകൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മാസം തോറും വരുന്ന കറണ്ട് ബില്ല് എന്തുവാന്നും പറഞ്ഞുകൊണ്ടാ. അതുപോലെ തന്നെ പിള്ളേരോട് പറഞ്ഞേക്കണം, രാവിലെ ഇടുന്ന TV ആണ് വൈകുന്നേരമോ രാത്രിയിലോ കിടക്കാൻ നേരത്തെ അങ്ങാണ്ടാണ് ആ TV ഓഫ് ചെയ്യുന്നത്. അതിനും നല്ല കറണ്ട് ബില്ലാവുന്നുണ്ട്. മക്കളടുത്തും പറഞ്ഞിന്ന് വിലക്കേരാ. പകലല്ലേ പോയി മുറ്റത്തൊക്കെ പോയിരുന്ന് വല്ല കളിക്കുകയൊക്കെ ചെയ്യാൻ പറ. നിങ്ങൾ മാത്രം അങ്ങോട്ട് ചിലവ് ചുരുക്കിയാൽ പോരല്ലോ, ഞങ്ങൾക്കും ചുരുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഫാനും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കുന്നത്. പകൽ അതിൻ്റെ ഒരു ആവശ്യവുമില്ല, രാത്രിയല്ല അതിൻ്റെയൊക്കെ ആവശ്യം, ഫാനും ലൈറ്റും ഒക്കെ.
രാത്രിയിലൊക്കെ എത്ര മുറിയിലാണ് ഫാൻ കിടന്ന് കറങ്ങുന്നതെന്നറിയോ? അതുകൊണ്ട് ചിലവൊക്കെ ചുരുക്കി ജീവിച്ച നിങ്ങൾക്കും കൊള്ളാം എന്നും പറഞ്ഞ് ഞങ്ങളുടെ റൂമിൽ വന്ന് കേട്ട് എൻ്റെ അടുത്ത് പോലും ചോദിക്കാതെ ഈ ലൈറ്റും ഫാനും ഓഫ് ചെയ്യേണ്ട കാര്യം എന്തുവാ? അത് മോശമാണ് ചെയ്യുന്നത്. ഒട്ടും ശരിയല്ലേ നീ അത് ചെയ്തത്? ഞങ്ങളുടെ റൂമിൽ വന്ന് കയറിയിട്ട് ഞങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാതെ ഈ ലൈറ്റും ഫാനും ഓഫ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ പിന്നെയും കൂടിയത് ഇതൊരു വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലോ നിങ്ങളെ രണ്ടെണ്ണത്തിൻ്റെ കാര്യം. അതും ഞാനിവിടെ തുണി മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വന്നിട്ട് ലൈറ്റും ഫാനും ഒക്കെ എൻ്റെ അടുത്ത് ചോദിക്കാതെ അവളങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് കറണ്ട് ബില്ല് അവരടയ്ക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ചോദിച്ചത്. അത് ചെയ്തവൾ ശരിയാണോ? അതേ പറഞ്ഞോളൂ. വഴക്കൊന്നും അല്ല, കാര്യം പറഞ്ഞതാ. ഈ മാസത്തെ കറണ്ട് ബില്ലൊക്കെ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ നോക്കിയും കണ്ടുമൊക്കെ ഒന്ന് കറണ്ടൊക്കെ ചിലവാക്കാൻ പറഞ്ഞത്. ഈ പകൽ ഈ ഫാനിൻ്റെയും ലൈറ്റിൻ്റെയും ഒരാവശ്യമൊന്നും ഇല്ലല്ലോ. ആ ജനലെല്ലാം അടച്ചു പൂട്ടി വെച്ചിരിക്കുക. അതൊക്കെ തുറന്ന് ഇച്ചിരി കാറ്റും വെളിച്ചമൊക്കെ കിട്ടുമല്ലോ. അവർ അടുക്കളയെല്ലാം ചിലവൊക്കെ ചുരുക്കി. ഇതിപ്പോൾ ഞങ്ങളല്ലേ നോക്കുന്നത്, അപ്പം ഞങ്ങൾക്കും ചുരുക്കാവല്ലോ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല വഴക്കൊന്നുമല്ല, കാര്യം പറഞ്ഞത് എന്തിനു വഴക്കാ? അതെ, ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ രണ്ടുപേർക്കും കൂടെ. നിങ്ങളിങ്ങനെ തുടങ്ങി കഷ്ടം തന്നെയാണ്. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞുകൊണ്ട് പോയിരിക്കുന്നത്. എൻ്റെ രണ്ട് ആൺമക്കൾക്ക് ജോലി കിട്ടിയപ്പോൾ അവന്മാരെടുത്തതാണ് ഇവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ. അതിപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അതിനൊരു മാറ്റം തുടങ്ങിയിട്ടില്ല. ഒരാൾ അടുക്കള കാര്യങ്ങളിൽ പലചരക്ക് സാധനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി, ഇളയാൾ കറണ്ട് ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനും നോക്കി. നിങ്ങൾ കല്യാണം കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അത്രയ്ക്കുള്ള ലാവശ്യമായിട്ടൊന്നുമുള്ള ജീവിതമൊന്നും അല്ലല്ലോ ഇവിടെ കഴിയുന്നത്. ഇതിപ്പോൾ ഒരാളാണെങ്കിൽ എന്ത് ചെയ്തേനെ? ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുമോ? നിങ്ങളിങ്ങനെ തമ്മി വഴക്കിട്ട് കഴിഞ്ഞാൽ അവസാനം എൻ്റെ ആൺമക്കൾ രണ്ടും കൂടെ ശത്രുക്കളായി മാറും. ഇതിപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വഴക്കും പുക്കാറും ഒന്നുമില്ലാത്തതാണ്. അവന്മാർ നല്ല സന്തോഷത്തോടെയാണ് അവർ പോയും വഴിയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? ഞാനും ഒക്കെ ഒരു കുടുംബമായിട്ടൊക്കെ കഴിഞ്ഞതാണ്. ഞാനും ഒരു കൂട്ടുകുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾ സന്തോഷമായിട്ട് കഴിഞ്ഞതാണ്. അതുതന്നെ ആയിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മരിക്കുന്നത് വരെ എൻ്റെ രണ്ട് ആൺമക്കളും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. അവരുടെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് എനിക്ക് കഴിയണതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ നിങ്ങളിത് സമ്മതിക്കത്തില്ല. തമ്മി നോക്കി നിങ്ങൾക്ക് വഴക്കാം. അവളതെടുത്ത കുറ്റം, അവളിത് ചെയ്ത കുറ്റം, അതെടുത്ത കുറ്റം. ഇനി മാത്രം എന്താണ് ഇവിടെ നിങ്ങൾ കുറ്റം കണ്ടുപിടിക്കാണ്ടിരിക്കുന്നത്? നിങ്ങൾ രണ്ട് വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വരമായിട്ട് നിങ്ങൾക്ക് എന്താ കഴിഞ്ഞാൽ? എൻ്റെ മക്കൾക്ക് പോലും സ്വസ്ഥതയില്ല. വന്ന് കയറുമ്പോൾ രണ്ടെണ്ണം കൂടെ തുടങ്ങും കുറ്റവും കുറച്ചിലും പറച്ചിലും ഒക്കെ. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കൾ നഷ്ടപ്പെടും. അവന്മാർ തമ്മിൽ വഴക്കാവും, മിണ്ടാതാവും. അതൊക്കെ നീയൊക്കെ ഒരുത്തിയോടെ ചെയ്യും. അതൊക്കെ എത്രയെന്നും പറഞ്ഞ് അവന്മാരും കണ്ടില്ല കേട്ടില്ല നടിക്കുന്നത്. ഒരാൾ കറണ്ടിൻ്റെ കാര്യം, ഒരാൾ അടുക്കളയുടെ കാരണം. ഇതൊക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ല നടിക്കുന്നത് ഞാനും കൂടെ ഇതിനകത്ത് ഇടപെടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഇന്ന് മാറും നാളെ മാറും എന്നോ പറഞ്ഞ് ഞാൻ നോക്കും ഇത് കൂടുന്നല്ലാതെ ഇത് കുറയുന്നില്ല. ഇപ്പം എന്താ ചെയ്യുക? ഇതിനൊക്കെ കറണ്ട് ചാർജ് കൂടും, അടുക്കളയിലെ കൂടും, പിന്നെ അതിന് മാത്രം അവിടെ അങ്ങ് വെച്ച് പുഴുങ്ങുക. അതിന് മാത്രം ഇവിടെ ലൈറ്റും ഫാനും ഒക്കെ ഇട്ടുകൊണ്ടങ്ങ് നടക്കുക. രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നല്ലോണം ആലോചിച്ചൊരു തീരുമാനമാണ്. ഇവക്ക് വന്നപ്പം തന്നെ ഇവിടുന്ന് മാറി താമസിപ്പിക്കണം എന്നൊരു ധാരണത്തോടെ പോയായിരുന്നു. അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ കണ്ണടയുന്നത് വരെ എൻ്റെ മക്കൾ എൻ്റോടൊപ്പം വേണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നത്. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. എൻ്റെ ആ ആഗ്രഹം കൊണ്ട് നടന്ന എൻ്റെ മക്കൾ തമ്മിൽ തല്ലുന്ന എനിക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. എൻ്റെ മക്കളെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അവന്മാരും അതാ പറയുന്നത്. ഉമ്മാക്ക് എന്തോ ശരിയെന്ന് തോന്നുന്നു, ഉമ്മ അത് ചെയ്യാമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരിൽ ആരാന്ന് വെച്ചാൽ ഇവിടുന്ന് താമസം മാറ്റുക. അപ്പോൾ എന്താണ് ചിലവും കാര്യങ്ങളും ഒറ്റയ്ക്ക് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ.
അത് നീ മാറിയാലും ഇവള് മാറിയാലും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ രണ്ടുപേരും രണ്ടിടത്ത് താമസിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ മക്കളെ എനിക്ക് സ്വരമയുടെ കാണണമെങ്കിൽ ഇപ്പം അതേ ഉള്ളൂ വഴി. കേട്ടല്ലോ? ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. പറഞ്ഞേക്കാം. ഇനി നീ പോ ഞാൻ പോന്ന് പറയരുത്. അത് നിങ്ങൾ സ്വരമയോട് ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഇനി ഇതേ ഉള്ളു മാർഗം. ഞാൻ നോക്കിയിട്ട് കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം.